ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉമ്മർകുട്ടി. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആണ്. അപ്പോൾ പല വീഡിയോകൾക്കും താഴ്ഭാഗത്ത് പല രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്, അഥവാ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെഷൻ പോലെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പലർക്കും ഉള്ള സംശയമാണ് ഓരോ കോഴ്സിനും എത്ര ഫീ ആണ് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് കോഴ്സുകളാണ്, അഥവാ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത് BA കാറ്റഗറി, PSc കാറ്റഗറി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ കോഴ്സിനും വ്യത്യസ്തമായിട്ടുള്ള ഫീ ആണ്. അതുകൊണ്ടാണ് കമൻറ്റിൽ ഓരോ കോഴ്സിൻ്റെ ഫീയും കൃത്യമായിട്ട് ഞാൻ പറയാത്തത്. കാരണം നിങ്ങൾക്ക് ഫീസ് നോക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾ വെബ്സൈറ്റിൽ ഇഗ്നോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രോസ്പെക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആ പ്രോസ്പെക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നിങ്ങളെ കോഴ്സ്, നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ്, അഥവാ ഡിഗ്രി ആവട്ടെ PG ആവട്ടെ, കംപ്ലീറ്റ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് പെർ സെമസ്റ്ററോ അല്ലെങ്കിൽ പെർ ഇയറോ എത്ര കോഴ്സ് ആവുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ഇയർ ഫീ ആദ്യം അടക്കുക. പിന്നെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെക്കൻഡ് ഇയറും തേർഡ് ഇയറൊക്കെ ഫീസ് നിങ്ങൾ അടച്ചാൽ മതി. പിന്നെ എക്സാം ഫീയും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ തന്നെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പോയി കാണാം. അത് സെപ്പറേറ്റ് എക്സാമിന്, ഓരോ എക്സാമിന് വെച്ചിട്ടാണ് ഫീയും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് വീഡിയോയിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ മറുപടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാത്തത്. പിന്നെ നമുക്കുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഈ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെ അടക്കാം, അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഗൂഗിൾ പേ അടക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് അടുത്ത ഡൗട്ട് വരുന്നത്, ചില കോഴ്സുകൾ നിങ്ങൾക്ക് കാണാം സെമസ്റ്റർ വൈസ്, അതുപോലെ തന്നെ ഇയർ വൈസ് അങ്ങനെ കാണുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വരുന്നത് ഇയർ വൈസ് എക്സാമിൽ വരുന്നത്, നിങ്ങൾക്ക് ഇപ്പം ഈ ജൂണിൽ നിങ്ങൾക്ക് എക്സാം എടുക്കുകയാണെങ്കിൽ, അല്ല നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ജൂണിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരുന്നത്, നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ നിങ്ങൾ അസൈൻമെൻറ്റ് കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു 2 മാസം മുമ്പ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിലുള്ള സ്റ്റഡി സെൻറ്ററിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അത് തൊട്ടടുത്ത് നിങ്ങൾ സെൻറ്ററായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ആ സെൻറ്ററിലാണ് നിങ്ങൾ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. അത് പറഞ്ഞ ഡേറ്റിൽ തന്നെ നിങ്ങൾ കൊണ്ടുകൊടുക്കാൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ നിങ്ങൾ രേഖപ്പെടുത്തും. ഒരു കാരണവശാലും ഗ്രേഡ് കാർഡൊക്കെ നോക്കണമെങ്കിൽ യൂസർ നെയിം പാസ്വേഡൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഓർമ്മിച്ച് നോക്കണം. അത് ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. കാരണം നമുക്ക് അത് വെച്ചിട്ടാണ് നമ്മളെ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമുക്ക് വരുന്ന ഡൗട്ടാണ്, നമുക്കിതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നുള്ളത്. ഞാൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ, ക്ലാസ് എങ്ങനെ ലഭിക്കും, പെയ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളൊക്കെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ ലഭിക്കും എന്നൊക്കെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നീട്ടി വലിക്കുന്നില്ല. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടും. പിന്നെ നമുക്ക് വരുന്നതാണ് എക്സാം ഏത് സമയത്താണ് ഉണ്ടാവുന്നത്, നമുക്ക് എക്സാം എവിടെ നിന്നാണ് എഴുതാൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ കൊടുത്ത റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിലുള്ള സ്റ്റഡി സെൻറ്റർ ഉണ്ടാവും. അവിടെ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന നിർബന്ധമില്ല. കാരണം നിങ്ങൾക്ക് അധികം അങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത്. എങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെൻറ്ററിൽ, നിങ്ങൾ തൊട്ടടുത്തുള്ള സെൻറ്ററിൽ നിങ്ങൾക്ക് എക്സാം സെൻറ്ററായിട്ട് നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഡൗട്ടായിട്ട് പലരും ചോദിക്കാറുണ്ട്, BSc കെമിസ്ട്രി ഉണ്ടോ അല്ലെങ്കിൽ ഫിസിക്സ് ഉണ്ടോ, ഇന്ന കോഴ്സ് ഉണ്ടോ, അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന കോഴ്സുകൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇത് ഏറ്റവും പെട്ടെന്ന്, കാരണം പലരും പല രീതിയിലുള്ള കമൻറ്റ് ഇടുന്നത് കൊണ്ട് നമുക്ക് സമയത്തിനനുസരിച്ചിട്ടാണ് റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇഗ്നോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോവുകയാണെങ്കിൽ അതിൻ്റെ കോമൺ ആയിട്ടുള്ള പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതിൽ കോഴ്സുകൾ ലിസ്റ്റ്, അഥവാ UG പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ PG പ്രോഗ്രാമുകൾ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ, ഡിപ്ലോമ പ്രോഗ്രാമുകൾ സെപ്പറേറ്റ്, അതിൻ്റെ ഫീസ് എത്രയാണ്, എത്ര വർഷം ഡ്യൂറേഷൻ ഉണ്ട്, മാക്സിമം എത്രയുണ്ട്, മിനിമം എത്രയുണ്ട്, അതുപോലെ തന്നെ എത്ര ഫീസ് വരുന്നുണ്ട്, അത് ഇയർ ആണോ സെം ആണോ, അതുപോലെ തന്നെ അതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ് സംശയങ്ങൾ നിങ്ങൾക്ക് മാറാൻ പറ്റും. കാരണം നമുക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ചില കോഴ്സുകൾക്ക് പരമാവധി സമയത്തിനനുസരിച്ചിട്ട് കൊടുക്കാറുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ മാർഗ്ഗം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങളുടെ പ്രോസ്പെക്റ്റ് മുഖേന നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പരമാവധി സമയത്തിനനുസരിച്ചിട്ട് കോഴ്സിൻ്റെ ഓരോ കോഴ്സും സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടും. അതുപോലെ തന്നെ അസൈൻമെൻറ്റ് എങ്ങനെ എഴുതുന്നുള്ളതിനും ഞാനത് വീഡിയോ ആയിട്ട് ഇടാം. കാരണം അസൈൻമെൻറ്റ് വേറെ തന്നെ ഒരു സെഷനായിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഇനിയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഉള്ള സമയത്തിനുള്ളിൽ നമുക്ക് പരമാവധി ക്ലിയർ ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോകളുമായി വരുന്നത് വരെ താങ്ക് യു.